ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് തെരുവിൽ. തൃശൂരിൽ സതീശൻ അനുകൂലികളുടെ വൻ പ്രകടനം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഹൈക്കമാൻഡ് തീരുമാനമുടൻ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനും വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചു. ഇരുവരും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകി. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുക്കും. ടിക്കറ്റിൽ സ്ത്രീയോ പുരുഷനോ എന്ന് രേഖപ്പെടുത്തും. കേരളത്തിൽ അവയവ കച്ചവടം വൻതോതിൽ വ്യാപിക്കുന്നുവെന്ന വെളിപ്പെടുത്തലുമായി തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഫോറൻസിക് സർജന്റെ വെളിപ്പെടുത്തൽ. പാവർട്ടി പുളിഞ്ചേരിപ്പടിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന പ്രതി പിടിയിൽ. കാസർഗോഡ് സ്വദേശി ആഷിഫാണ് അറസ്റ്റിലായത്. കല്ലൂരിൽ കടകളിൽ മോഷണം. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം ഈ മാസം പൂർത്തിയാകും. കാലവർഷത്തിന് മുൻപ് പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്ന് കരാർ കമ്പനി. ചാലക്കുടി പുഴമ്പാലം അറ്റകുറ്റപ്പണികൾക്കായി ശനിയാഴ്ച രാത്രി വീണ്ടും അടയ്ക്കും. വാർത്തകളിലേക്ക് വിശദമായി. KPCC നേതൃത്വത്തിന്റെ വിലക്ക് ലംഘിച്ച് തൃശൂരിൽ VD സതീശൻ അണികളുടെ വൻ പ്രകടനം. തൃശൂർ DCC ഓഫീസിന് മുന്നിൽ നിന്ന് സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന പ്രകടനത്തിൽ VD സതീശന്റെ ചിത്രമുള്ള പ്ലക്കാർഡുകളും മൂവർണ്ണക്കുടികളുമായി നൂറുകണക്കിന് നേതാക്കളും പ്രവർത്തകരും അണിനിരന്നു. ഒരേ വികാരം ഒരേ വിചാരം, കേരളം ഒന്നാകെ ഒറ്റപ്പേര് എന്നെഴുതിയ ബാനറിന് പിന്നിൽ VD സതീശ നേതാവെ ധീരതയോടെ നയിച്ചോളൂ എന്ന മുദ്രാവാക്യം വിളികളുമായാണ് നേതാക്കളും പ്രവർത്തകരും അണിനിരുന്നത്. കോൺഗ്രസ് ഭാരവാഹികൾ കോർപ്പറേഷൻ മുൻ കൌൺസിലർമാരായ ജയപ്രകാശ് പൂവത്തിങ്കൽ, സതീഷ് അപ്പുക്കുട്ടൻ, PA വർഗീസ്, സലീൽ അറയ്ക്കൽ, PU ഹംസ, ബിന്ദു പ്രദീപ്, സന്ധ്യ ഷാജി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ജനഹിതം അട്ടിമറിക്കരുത്, പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളുമായാണ് ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിലാണ് നഗരത്തിൽ പലയിടങ്ങളിലെ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ പ്രകടനം നടന്നിരുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തെരുവിൽ പോര് കനക്കുമ്പോൾ ഫേസ്ബുക്ക് കുറിപ്പുമായി VD സതീശൻ. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലക്സ് സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്ന് VD സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇത്തരം നടപടികളിൽ നിന്ന് UDF കോൺഗ്രസ് പ്രവർത്തകർ പിന്മാറണം. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള രണ്ടാം ഘട്ട നടപടികളിലേക്ക് AICC നേതൃത്വം കടന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ദോഷമുണ്ടാക്കുന്ന പ്രവർത്തികൾ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടാകരുതെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിന്റെ നിയുക്ത MLA മാരുടെ മനസ്സറിഞ്ഞ ഹൈക്കമാൻഡ് നിരീക്ഷകർ AICCക്ക് റിപ്പോർട്ട് കൈമാറി. AICC അധ്യക്ഷൻ ഖാർഗെയ്ക്കാണ് നിരീക്ഷകരായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി ആരെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. പ്രഖ്യാപനത്തിന് മുന്നോടിയായി മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തീരുമാനമെടുക്കാൻ MLA മാരുമായും ഘടകകക്ഷി നേതാക്കളുമായും കഴിഞ്ഞ ദിവസമാണ് ഹൈക്കമാൻഡ് നിരീക്ഷക സംഘം കൂടിക്കാഴ്ച നടത്തിയത്. മുകുൾ വാസ്നിക്കും അജയ് മാക്കനും MLA മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുഖ്യമന്ത്രി തീരുമാനം വൈകില്ലെന്ന് ഹൈക്കമാൻഡ് നിരീക്ഷക സംഘം അറിയിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദനും വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും തലസ്ഥാനം രാജിവെച്ചു. സംസ്ഥാനത്ത് ഭരണമാറ്റം വന്ന സാഹചര്യത്തിലാണ് രാജി. ഇരുവരും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് ഇമെയിലായി അയച്ചു. 2022 മാർച്ച് 9 സച്ചിദാനന്ദൻ അക്കാദമി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. 4 വർഷം പൂർത്തിയാക്കിയാണ് പണിയടക്കം. ഈ മാസം 31 വരെ കാലാവധി ഉണ്ടായിരുന്നെങ്കിലും അതിനു മുൻപേ തന്നെ അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് അക്കാദമിയിലെത്തിയ സച്ചിദാനന്ദനോട്
രാജിയെക്കുറിച്ച് മാധ്യമങ്ങൾ നിരന്തരമായി ചോദിച്ചപ്പോൾ താൻ രാജിവെക്കാൻ പോവുകയാണെന്നും ഭരണ തുടർച്ചയെക്കുറിച്ച് ഇനിയൊന്നും പറയാനില്ലെന്നും 10 വർഷം കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അവസ്ഥയും ഇതായിരിക്കുമെന്നും പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറി. തുടർന്ന് ഓഫീസിലെത്തി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിക്കത്ത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് അയച്ചു. അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ രോഗബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ അദ്ദേഹം നിലവിൽ രാജി സമർപ്പിച്ചിട്ടില്ല. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. കണ്ടക്ടർ ETM ഉപകരണങ്ങൾ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരെ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തും. ഇക്കാര്യം കാണിച്ചുകൊണ്ട് KSRTC ഡെപ്യൂട്ടി ജനറൽ മാനേജർ S. നിഷാന്ത് നിർദ്ദേശം നൽകി. UDF അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് മുന്നോടിയായിട്ടാണ് KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പിലാക്കുന്നതെന്നാണ് സൂചന. കേരളത്തിൽ അവയവ കച്ചവടം വൻതോതിൽ വ്യാപിക്കുന്നുവെന്ന വെളിപ്പെടുത്തലുമായി തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ. ഏതാനും വർഷങ്ങളായി തൃശൂർ അനധികൃത അവയവ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീദാതാക്കളുടെ എണ്ണത്തിലുണ്ടായ വർധനമാണ് ഏറ്റവും ഭീതിജനകമായ പ്രവണത. ഇതിനു പിന്നിൽ സംഘടിതമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ചേർത്തല, കൊല്ലം എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെയാണ് പ്രധാനമായും മാഫിയ ലക്ഷ്യമിടുന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ജില്ലാതല അംഗീകാര സമിതികൾ തള്ളിക്കളയുന്ന കേസുകൾ പോലും ഹൈക്കോടതിയുടെ അനുമതി തേടി വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അവയവദാനത്തിന് അനുമതി നൽകാനായി സമിതി അംഗങ്ങൾക്ക് മേൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തുന്ന ഫോൺ വിളികളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. The wind hums a song deep and wise, a tale of love beneath endless skies. We close our eyes, the world complies. Yaleo, Yaleo, carry me through. In your arms, I'm born. French Dairy Pistachio Kunafa Bar. The Taste Factory. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് എയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. കല്ലൂരിൽ കടകളിൽ മോഷണം. കല്ലൂർ ചുങ്കത്തുള്ള മന്ന സ്റ്റോഴ്സ്, പള്ളിക്കുന്നിലെ സെന്റ് റാഫേൽ സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. 2 കടകളിൽ നിന്നുമായി 65,000 രൂപയോളമാണ് കവർന്നത്. മോഷണ ദൃശ്യങ്ങൾ കടയിലെ CCTV ക്യാമറയിൽ പറഞ്ഞു. 1 മണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് 2 കടയിലും മോഷണം നടന്നത്. ജീവനക്കാർ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മന്ന സ്റ്റോഴ്സിൽ നിന്ന് 35,000 രൂപയും സെന്റ് റാഫേൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 30,000 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. 2 കടകളിലും മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. അതേസമയം കടകളിലെ മറ്റ് സാധനങ്ങളൊന്നും മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ 2 പേരടങ്ങുന്ന സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട്. ഹെൽമറ്റ് ധരിച്ചെത്തിയ സംഘം അതിവിദഗ്ധമായാണ് കടയ്ക്കുള്ളിൽ കടന്നത്. കടയുടമകളുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പാവർട്ടി പുളിഞ്ചേരിപ്പടിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഗാർഡൻ വളപ്പിൽ ആഷിഫിനാണ് അറസ്റ്റ് ചെയ്തത്. പാവർട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മംഗലാപുരത്ത് നിന്ന് സാഹസികമായാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
കഴിഞ്ഞ ബുധനാഴ്ചയാണ് പകൽ സമയത്ത് പാവർട്ടി പുളിഞ്ചേരിപ്പടിയിൽ താമസിക്കുന്ന പുലിക്കോട്ടിൽ ജോമോന്റെ വീട്ടിൽ മോഷണം നടന്നത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. ജോമോനും ഭാര്യയും ബുധനാഴ്ച രാവിലെ ജോലിക്ക് പോയി രാത്രി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ പിൻവശത്തെ വാതിൽ തള്ളി തുറന്ന നിലയിലായിരുന്നു. വീട്ടിനുള്ളിലെ സ്റ്റീൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം ഈ മാസം പൂർത്തിയാകും. കാലവർഷത്തിന് മുൻപേ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്ന് നിർമ്മാണ കമ്പനി അധികൃതർ അറിയിച്ചു. ഒരു വശത്തുള്ള പാതയുടെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായതായും മറുവശത്തെ പാതയുടെ ഇരുഭാഗത്തുമുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉറപ്പിച്ച് മണ്ണിട്ട് നികത്തിയ ശേഷം നിർമ്മാണം വേഗത്തിൽ തീർക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഇതിനിടെ മഴ പെയ്താലും നിർമ്മാണത്തിന് തടസ്സമാകില്ലെന്നും ഇവർ പറയുന്നു. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു കരാറ് കമ്പനി ഉറപ്പു നൽകിയിരുന്നത്. എന്നാൽ 2 വർഷത്തോളമായിട്ടും പകുതിയോളം പണികൾ ബാക്കിയായതിനെ തുടർന്ന് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ ഭരണകൂടം പ്രശ്നത്തിൽ ഇടപെട്ടതോടെ ദേശീയപാതയിലെ അടിപ്പാതകളുടെ നിർമ്മാണം ജൂൺ മാസത്തിനു മുൻപ് തീർക്കുമെന്ന് കമ്പനി ഉറപ്പു നൽകി. ബംഗാൾ, ആസാം, തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി തൊഴിലാളികൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് മടങ്ങുകയും അവർ തിരിച്ചെത്താതെ വരികയും ചെയ്തതോടെ അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങാൻ കാരണമായി. ആവശ്യത്തിന് മണ്ണ് ലഭിക്കാതെ വന്നതും നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സമായതായും കമ്പനി പറയുന്നു. എന്നാൽ പകലും രാത്രിയുമായി അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി കാലവർഷത്തിനു മുൻപ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. ദേശീയപാത ചാലക്കുടി പുഴമ്പാലം അറ്റകുറ്റപ്പണികൾക്കായി ശനിയാഴ്ച രാത്രി അടയ്ക്കും. കേടുവന്ന ബെയറിങ്ങുകൾ മാറ്റി സ്ഥാപിച്ച് 3 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും എറണാകുളം തൃശൂർ ദിശയിലെ പഴയ പാലം വീണ്ടും തുറക്കുക. 7 സ്പാനുകളിലെ 42 ബെയറിങ്ങുകളും എടുത്തുമാറ്റി പുതിയത് ഘടിപ്പിക്കും. മുകൾ ഭാഗം യന്ത്രസഹായത്തോടെ ഉയർത്തിയാണ് ബെയറിങ്ങുകൾ മാറ്റുക. GIPL കമ്പനിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിർമ്മാണ പ്രവർത്തന കാലയളവിൽ വാഹനങ്ങൾ എതിർദിശയിലെ പാലത്തിലൂടെ കടത്തിവിടും. ഒറ്റവരയെ നടപ്പാക്കുന്ന താൽക്കാലിക ബദൽ സംവിധാനം ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കിനിടയാക്കും. വാഹനങ്ങൾ തിരിച്ചുവിടാൻ പ്രാദേശിക റോഡുകളെ പ്രയോജനപ്പെടുത്താൻ പോലീസ് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് ചാലക്കുടി പുഴയിൽ നടന്ന ആറാട്ട് ഭക്തിസാന്ദ്രമായി. കൂടപ്പുഴക്കടവിൽ ക്ഷേത്രം തന്ത്രി നഗരമണ്ണ് ഋഷികേശ് നമ്പൂതിരിയും സംഘവും ആറാട്ട് മുങ്ങി. 2ാം വട്ട മുങ്ങലിൽ ആർപ്പുവിളികളുമായി 100 ഭക്തർ പങ്കെടുത്തു. നേരത്തെ കടവിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ആറാട്ട് പൂജകൾ നടന്നു. മഞ്ഞൾ, കളഭം എന്നിവ 2 തവണയായി ഭഗവാന്റെ തിടമ്പിൽ ചാർത്തി. ഇരിങ്ങാലക്കുടയിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാൽനടയായി ആറാട്ട് സംഘം എത്തി. വാളും പരിചയുമേന്തിയ ഭടന്മാരും നിറത്തോക്കുമായി പോലീസും അകമ്പടി സേവിച്ചു. ആദ്യം കൂടപ്പുഴമനയിലെ ഇറക്കിപ്പൂജ നടത്തിയ ശേഷമാണ് ആറാട്ട് കടവിലേക്ക് നീങ്ങിയത്. ആറാട്ടിനു ശേഷം ആയിരക്കണക്കിന് ജനങ്ങൾ ആറാട്ട് കഞ്ഞിയും വിതരണം ചെയ്തു. മുതിരപ്പുഴുക്ക്, മാമ്പഴക്കാളൻ, ചെത്തുമാങ്ങ, പപ്പടം, ശർക്കര, തേങ്ങാപ്പൂൾ എന്നിവയായിരുന്നു കഞ്ഞിക്ക് വിഭവങ്ങൾ. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ബോർഡംഗങ്ങളായ ഡോക്ടർ മുരളീഹരിതം, അഡ്വക്കേറ്റ് KG അജയകുമാർ, ഡോക്ടർ രാജേഷ്, ബിന്ദു എന്നിവർ ആറാട്ടിനെത്തിയിരുന്നു. കൂടപ്പുഴ NSS കരയോഗം പ്രവർത്തകരാണ് കഞ്ഞി വിതരണം ചെയ്തത്. സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി നഗരസഭാ ചെയർമാൻ ആലിസ് ഷിബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. TCV ന്യൂസ്, ചാലക്കുടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിനിടയിൽ ക്ഷേത്രമുറ്റത്ത് വെച്ച് പരസ്യമായി മദ്യപിച്ച് ആചാരലംഘനം നടത്തുകയും ഭക്തരെ അപമാനിക്കുകയും ചെയ്ത സംഭവത്തിൽ 4 പ്രതികളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പടിയൂർ സ്വദേശികളായ തയ്യേരി വീട്ടിൽ പ്രതീഷ്, ശൂലംപറമ്പിൽ വീട്ടിൽ അനൂപ്, തയ്യേരി വീട്ടിൽ ലാലു മോഹൻ, തയ്യേരി വീട്ടിൽ അരുൺ എന്നിവരെയാണ് പിടികൂടിയത്. കഴിഞ്ഞ മെയ് 6-നാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ വെച്ച് പ്രതികൾ മദ്യപിച്ചത്. ഭക്തജനങ്ങൾക്കിടയിൽ വെച്ച് പരസ്യമായി മദ്യക്കുപ്പി കൈമാറി മദ്യപിച്ച പ്രതികൾ ഇത് ചോദ്യം ചെയ്ത പരാതിക്കാരിക്ക് നേരെ മദ്യക്കുപ്പി നീട്ടി സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തിരുന്നു. കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കൽ, പൊതുസ്ഥലത്ത് മദ്യപിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞത്. ഇരിങ്ങാലക്കുട SHO ദിലീഷ് T, SI അഭിലാഷ് T എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover
drizzle of Raikote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. കൊരട്ടി ദേശീയപാതയിൽ ട്രെയിലർ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാലക്കുടി പോട്ട സ്വദേശി നെടുമ്പാക്കാരൻ വീട്ടിൽ പൊറിഞ്ചുവിന്റെ മകൻ 48 വയസ്സുള്ള ലിജുവാണ് മരിച്ചത്. ഫ്രൂട്ട് ഷോപ്പുകൾ നടത്തുന്ന ലിജു അന്നമനടയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തുനിന്ന് വന്നിരുന്ന ട്രെയിലർ ലിജു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. കോർപ്പറേഷൻ പരിധിയിൽ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ 30ഓളം പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. നിരവധി പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. സാധാരണഗതിയിൽ മഴക്കാലത്താണ് ഡെങ്കിപ്പനി പടരാറുള്ളതെങ്കിലും ഇത്തവണ വേനലിൽ രോഗബാധിതരുടെ എണ്ണം ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. തൃശൂർ നഗരത്തിനു പുറമെ നാട്ടിക, പാണഞ്ചേരി, മാടക്കത്തറ, അടാട്ട്, അഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം പനി ബാധിച്ച് കഴിഞ്ഞ 5 ദിവസത്തിനിടെ 1837 പേർ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. പാചകവാതക വിലവർദ്ധനവിനെതിരെ ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ നിയുക്ത MLA രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ നൈസ് അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ കാറ്ററേഴ്സ് അസോസിയേഷൻ ചെയർമാൻ രാധാകൃഷ്ണൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ, ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി വിനോദ്, കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുനിൽ മഹാദേവ തുടങ്ങിയവർ സംസാരിച്ചു. കാറ്ററിംഗ് മേഖല സംരക്ഷിക്കാൻ വർധനവിൽ വലയുന്നു, അന്നം നൽകും കൈകൾ ഞങ്ങൾ. പ്രതിഷേധ സമരം. ചുറ്റും കടുത്ത ചൂടാണെങ്കിലും VK ശ്രീധരന്റെ പുരയിടത്തിൽ എപ്പോഴും ഇളം കാറ്റുള്ള തണുത്ത അന്തരീക്ഷമാണ്. 1 ഏക്കർ പുരയിടമാണ് അണ്ണല്ലൂർ വാത്യാട്ട് വീട്ടിൽ ശ്രീധരൻ വനമാക്കി മാറ്റിയിരിക്കുന്നത്. സ്വാഭാവിക വനത്തിന്റെ ഉൾക്കരുത്താണ് വീടിന് ചുറ്റുമുള്ളത്. ഭൂമിയിലേക്ക് സൂര്യപ്രകാശം അപൂർവമായേ കാണാൻ കഴിയൂ. ഇവിടെ വീഴുന്ന മരങ്ങളും ഇലകളും മണ്ണിലേക്ക് ചേരുന്ന നിലയിലാണ്. 500ഓളം ചെടികളും മരങ്ങളുമുള്ളതിൽ 125 ഇനങ്ങളുണ്ട്. 50-ൽ പരം ഇനം പക്ഷികൾ എല്ലാ വർഷവും എത്തും. തൃശൂർ ജില്ലയിലെ 20 ജൈവ വൈവിധ്യ ഫാം സ്കൂളുകളിൽ ഒന്നാണ് ഈ പുരയിടം. പഴങ്ങൾ കിളികൾക്കും മറ്റ് ജീവികൾക്കും ഭക്ഷണമായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഔഷധവൃക്ഷങ്ങൾ, വനവൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവയാണ് പുരയിടത്തിലെ പ്രധാന ഇനങ്ങൾ. ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ തണുത്ത കാറ്റേറ്റ് കിളികളുടെയും വൃക്ഷങ്ങളുടെയും നേർത്ത ശബ്ദത്തിന്റെ അകമ്പടിയോടെ എഴുതാനും വായിക്കാനും നല്ല ഇടമാണ് പുരയിടത്തിലെ വനമെന്ന് VK ശ്രീധരൻ പറയുന്നു. പഞ്ചായത്ത് സെക്രട്ടറി തസ്തികയിൽ നിന്ന് വിരമിച്ച ഈ 67കാരൻ 25 വർഷമായി കില ഫാക്കൽറ്റിയാണ്. സംഗീത നാടക അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. പരിസ്ഥിതി, നാട്ടറിവ് മേഖലകളുമായി ബന്ധപ്പെട്ട് 16 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. വനമിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാര്യ രമണിയും മക്കളായ പതംഗ്, ധനുസ് എന്നിവരും ശ്രീധരന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. TCV മാള. ചൂണ്ടലിൽ മാസം തികയാതെ പ്രസവിച്ച 28 ദിവസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. ചൂണ്ടൽ വെള്ളത്തേരി വീട്ടിൽ സുജിത്ത്, സന്ധ്യ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 7.5 മാസത്തിൽ ജനിച്ച കുഞ്ഞിന് ഭാരക്കുറവും മഞ്ഞപ്പിത്തവും ശ്വാസതടസ്സവും ഉണ്ടായിരുന്നു. തുടർ ചികിത്സകൾക്ക് ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഏപ്രിൽ 25-നാണ് കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗോകർണത്തിൽ പാൽ ശേഖരിച്ചാണ് കുട്ടിക്ക് നൽകിയിരുന്നത്. രാത്രി പാൽ നൽകി ഉറക്കിയ കുഞ്ഞിനെ പുലർച്ചെ തുടയ്ക്കാനായി അമ്മ എടുത്തപ്പോഴാണ് ശരീരത്തിന് ചലനമില്ലെന്ന് തിരിച്ചറിഞ്ഞത്. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു.
അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയായ കീഴ്പള്ളിക്കര സ്വദേശി ഏങ്ങാണ്ടി വീട്ടിൽ ബ്രാവോ എന്നറിയപ്പെടുന്ന അനന്തകൃഷ്ണൻ വധശ്രമ കേസ്, മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ 14 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പഴമയുടെ പ്രൗഢിയും ഗതകാല സ്മരണകളും ഇരമ്പിയാർത്തപ്പോൾ നീണ്ടൂർ ആദൂർ വയലോരം ഒരു അപൂർവ സംഗമത്തിന് സാക്ഷിയായി. വാഹനപ്രേമികളുടെ എക്കാലത്തെയും ആവേശമായ അംബാസഡർ കാറുകളുടെ ഒത്തുചേരലാണ് നാടിന് വേറിട്ട കാഴ്ചയായി മാറിയത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 30-ലധികം അംബാസഡർ കാറുകളാണ് സംഗമത്തിൽ അണിനിരുന്നത്. വെള്ളയും കറുപ്പും മുതൽ വിന്റേജ് ലുക്കിലുള്ള വിവിധ നിറങ്ങളിലുള്ള കാറുകൾ വയലോരത്തെ മനോഹരമായ പശ്ചാത്തലത്തിൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു. നിരനിരയായ കാറുകൾ നിരത്തിലിറങ്ങിയത് റാലിയെ വർണ്ണാഭമാക്കി. വയലോരത്തു നിന്നും ആരംഭിച്ച് എരുമപ്പെട്ടി, മങ്ങാട് എന്നിവിടങ്ങൾ ചുറ്റി റാലി തിരികെ വയലോരത്ത് തന്നെ സമാപിച്ചു. വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയ നാട്ടുകാർക്കും യാത്രക്കാർക്കും ഈ പഴയകാല രാജാക്കന്മാരുടെ നിര അവിസ്മരണീയമായ അനുഭവമാണ് സമ്മാനിച്ചത്. ഇന്ന് നമുക്ക് നിരത്തുകളിൽ കാണാൻ പ്രയാസമായിക്കൊണ്ടിരിക്കുന്ന അംബാസഡർ വാഹനങ്ങൾ വീണ്ടും ഇതുപോലുള്ള കൂട്ടായ്മയിലൂടെ സജീവമാവുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സംഗമത്തിന് ഷാഹിദ്, ശ്രീരാജ്, ഖാലിദ്, രമേശ്, സ്വാനി, അലവിക്കുട്ടി, അബ്ദുൾ റഹ്മാൻ വെള്ളത്തേരി എന്നിവർ നേതൃത്വം നൽകി. വരും വർഷങ്ങളിലും ഇത്തരം ഒത്തുചേരലുകൾ കൂടുതൽ വിപുലമായി സംഘടിപ്പിക്കാനാണ് വാഹനപ്രേമികളുടെ തീരുമാനം. TCV എരുമപ്പെട്ടി. ചരിത്രത്തിലെ റെക്കോർഡ് വിറ്റുവരവുമായി തൃശൂർ അത്താണിയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് 2025-26 സാമ്പത്തിക വർഷം 86 കോടി രൂപയുടെ വിറ്റുവരവെന്ന സർവകാല റെക്കോർഡ് നേട്ടമാണ് കമ്പനി സ്വന്തമാക്കിയത്. കൂടാതെ 10.12 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും 2.8 കോടി രൂപയുടെ അറ്റാദായവും കൈവരിച്ചു. വിറ്റുവരവിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 12% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. 2020 കാലഘട്ടത്തിൽ 45 കോടി രൂപയായിരുന്ന വിറ്റുവരവാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇരട്ടിയാക്കിയത്. ഇക്കാലയളവിൽ നടത്തിയ 25 കോടിയോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ വിറ്റുവരവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും അടുത്ത സാമ്പത്തിക വർഷം 110 കോടി രൂപയുടെ വിറ്റുവരവാണ് ലക്ഷ്യമെന്നും കമ്പനി ഭാരവാഹികൾ അറിയിച്ചു. കമ്പനി ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ, ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, മാനേജിംഗ് ഡയറക്ടർ പി സുരേഷ്, ജനറൽ മാനേജർമാരായ PK മൻസൂർ, A അനിൽ ബോസ്, യൂണിയൻ ഭാരവാഹികളായ UK വാസു പ്രതാപൻ എന്നിവർ പങ്കെടുത്തു. അമ്മയെയും സഹോദരിയെയും ദേഹോപദ്രവമേൽപ്പിച്ച യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. വൈന്തല സ്വദേശി ഇല്ലിക്കപ്പറമ്പിൽ ശ്രീഹരിയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയുടെ സംരക്ഷണ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് അമ്മ ഗീത, സഹോദരി, അവരുടെ ഭർത്താവ് എന്നിവരെ ദേഹോപദ്രവമേൽപ്പിച്ചത്. ശ്രീഹരിക്കെതിരെ 4 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,995 രൂപ, പവന് 1,11,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് തെരുവിൽ. തൃശൂരിൽ സതീശൻ അനുകൂലികളുടെ വൻ പ്രകടനം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഹൈക്കമാൻഡ് തീരുമാനമുണ്ടായി. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദനും വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചു. ഇരുവരും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകി. KSRTCയിൽ ജെൻഡർ ടിക്കറ്റിംഗ് ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുക്കും. ടിക്കറ്റിൽ സ്ത്രീയോ പുരുഷനോ എന്ന് രേഖപ്പെടുത്തും. കേരളത്തിൽ അവയവ കച്ചവടം വൻതോതിൽ വ്യാപിക്കുന്നുവെന്ന വെളിപ്പെടുത്തലുമായി തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഫോറൻസിക് സർജന്റെ വെളിപ്പെടുത്തൽ. പാവർട്ടി പുളിഞ്ചേരിപ്പടിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന പ്രതി പിടിയിൽ. കാസർഗോഡ് സ്വദേശി ആഷിഫാണ് അറസ്റ്റിലായത്. കല്ലൂരിൽ കടകളിൽ മോഷണം. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം ഈ മാസം പൂർത്തിയാകും. കാലവർഷത്തിനു മുൻപ് പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുമെന്ന് കരാർ കമ്പനി. ചാലക്കുടി പുഴമ്പാലം അറ്റകുറ്റപ്പണികൾക്കായി ശനിയാഴ്ച രാത്രി വീണ്ടും അടയ്ക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.